കോഴിക്കോട് ബേപ്പൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീയുടെ മാല മോഷ്ടിച്ചു. ഓടിളക്കിയാണ് കള്ളൻ വീടിനകത്തേക്ക് കയറിയത്. ഇന്നലെ രാത്രി 2 മണിയോടെയാണ് സംഭവം. മുബാറക്കാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മുബാറക്ക്, എങ്ങനെയായിരുന്നു ഈ ഒരു മോഷ്ടാവിനെ പിടികൂടിയോ? മറ്റു വിവരങ്ങൾ, പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള വിവരങ്ങൾ ഏത് രീതിയിലാണ്? ഇന്ന് ഇങ്ങനെ ഒരു മോഷണം ഉണ്ടായിരിക്കുന്നത് നെല്ലിശ്ശേരി വീട്ടിൽ ഷെർലിയുടെ 1.25 പവൻ സ്വർണ്ണമാണ് മോഷണം പോയത്. ഇന്നലെ രാത്രി 2 മണിയോടെയായിരുന്നു സംഭവം. ഈ മോഷ്ടാവ് തൊട്ടടുത്ത വീട്ടിലെ ഒരു കോണിയും അവിടെ തന്നെ അലക്കി വിരിച്ചിട്ടിരുന്ന ഒരു ബെഡ്ഷീറ്റും ഉപയോഗിച്ച് ഓടിളക്കി വീടിന്റെ അകത്ത് പ്രവേശിക്കുകയായിരുന്നു. ആദ്യം അടുക്കള ഭാഗത്ത് ഓടിളക്കി കയറിയെങ്കിലും തനിക്ക് ബെഡ്റൂമിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഈ മോഷ്ടാവ് തിരിച്ചിറങ്ങിയ അല്പം മാറി ബെഡ്റൂമിന്റെ ഭാഗത്ത് ഓടിളക്കി വീണ്ടും അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് വീടിന്റെ വാതിൽ തുറന്നിട്ട ശേഷം ഈ ഉറങ്ങിക്കിടന്നിരുന്ന ഈ വീട്ടമ്മയുടെ കഴുത്തിലെ മാല മോഷ്ടിച്ച് വലിച്ചു പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. കഴുത്തിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ വലിച്ചു പൊട്ടിച്ചതിന് ശേഷം മോഷ്ടാവ് ഓടി ഒളിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വീട്ടമ്മ കണ്ടത്. ഇതിൽ വീട്ടമ്മ ബേപ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ACPയുടെ നേതൃത്വത്തിലുള്ള വലിയ അന്വേഷണം, സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അതിലൂടെ മോഷ്ടാവ് ഓടി